ഓരോ നിലക്കടല ചെടിയിലും ഏകദേശം 40 മുതൽ 50 വരെ കായ്കൾ ലഭിച്ചു. നിലക്കടല ചെടികളുടെ മൊത്തത്തിലുള്ള വളർച്ച, ഉയരം, പൂക്കളുടെ എണ്ണം, വേരുകളുടെ വളർച്ച എന്നിവ വളരെ മികച്ചതായിരുന്നു. ഇത് ആർക്കും ഉപയോഗിക്കാവുന്നതാണ്. പൂക്കൾ വിരിഞ്ഞതിനു ശേഷം ഏകദേശം 40 മുതൽ 50 ദിവസം കഴിഞ്ഞ് ചെടികളുടെ മുകളിൽ ഒരു റോളർ ഉപയോഗിച്ച് അമർത്തുകയാണെങ്കിൽ ചെടി എത്രത്തോളം പരന്നു വളരുന്നുവോ അത്രത്തോളം വൃത്താകൃതിയിൽ കൂടുതൽ കായ്കൾ രൂപപ്പെടുന്നു. ഞാൻ എന്റെ കൃഷിയിടത്തിലെ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ അഭിമാൻ മരുന്ന് ഉപയോഗിച്ചത്, മറ്റൊരു ഭാഗത്ത് ഉപയോഗിച്ചില്ല. മരുന്ന് ഉപയോഗിച്ച ഭാഗത്തെ ചെടികളുടെ ഗുണനിലവാരം വളരെ മികച്ചതായിരുന്നു. ഉപയോഗിക്കാത്ത ഭാഗത്തെ ചെടികൾ വളർന്നെങ്കിലും അവയുടെ വളർച്ച കുറവായിരുന്നു. അവിടെയും ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ നല്ല വളർച്ച ഉണ്ടായേനെ. എന്നാൽ ഫലങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനായാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ ഉപയോഗിച്ച ഭാഗത്ത് വളരെ മികച്ച വിളവാണ് ലഭിച്ചത്. നമസ്കാരം, എന്റെ പേര് ബാലാജി നായക്. ഞാൻ ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബെലുഗുപ്പ മണ്ഡലത്തിൽ നിന്നുള്ളവനാണ്. ഞാൻ 3 ഏക്കറിൽ നിലക്കടല കൃഷി ചെയ്തു. ഇപ്പോൾ വിളയ്ക്ക് 45 ദിവസമാണ് പ്രായം. വിളയ്ക്ക് 25 ദിവസം പ്രായമുള്ളപ്പോൾ ഞാൻ അഭിമാൻ എന്ന ഈ മരുന്ന് ഉപയോഗിച്ചു. 2.5 ഏക്കറിൽ ഇത് ഉപയോഗിച്ചതോടെ വളർച്ചയും വിളവും വളരെ മികച്ചതായിരുന്നു. ഒരു ഭാഗത്ത് ഞാൻ ഇത് ഉപയോഗിച്ചില്ല. അവിടെ വളർച്ച മന്ദഗതിയിലായിരുന്നു. ആ ഭാഗത്ത് നല്ല ഫലം ലഭിച്ചില്ല. ഇത് ഒരു രാസ കീടനാശിനിയല്ല, മറിച്ച് ഒരു വളർച്ചാ പ്രോത്സാഹകമാണ്. വളർച്ച വളരെ മികച്ചതായിരുന്നു. അഭിമാൻ ഉപയോഗിക്കാത്ത ഭാഗം മങ്ങിയതായി തോന്നി, എന്നാൽ ഉപയോഗിച്ച ഭാഗം സമൃദ്ധമായി വളർന്നു. ആദ്യ ഫലങ്ങൾ വളരെ ആകർഷകമായതിനാൽ മുഴുവൻ വിളയിലും ഉപയോഗിക്കാൻ ഞാൻ 4 കുപ്പികൾ കൂടി ഓർഡർ ചെയ്തു. അതിന്റെയും ഫലം വളരെ മികച്ചതായിരുന്നു. അടുത്ത തവണ എനിക്ക് 5 കുപ്പികൾ അയക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 1 മാസം മുമ്പ് യൂട്യൂബിൽ APKS ഓർഗാനിക്സിന്റെ അഭിമാൻ മരുന്നിനെക്കുറിച്ച് കണ്ട ശേഷം എന്റെ 3 ഏക്കർ കൃഷിയിടത്തിൽ ഇത് പരീക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഫലങ്ങൾ വളരെ മികച്ചതായിരുന്നു. കഴിഞ്ഞ 6 വർഷത്തെ കൃഷി അനുഭവത്തിൽ ഞാൻ ഇതുപോലൊരു ഫലം ഒരിക്കലും നേടിയിട്ടില്ല. അഭിമാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ തന്നെ വ്യത്യാസം വ്യക്തമായി കാണാനായി. ഈ വിളയ്ക്കും അഭിമാൻ വളരെ അനുയോജ്യമായ ഒരു ഉൽപ്പന്നമാണ്. നടീൽ കഴിഞ്ഞ് 25 മുതൽ 35 ദിവസത്തിനുള്ളിൽ ഇത് ഉപയോഗിക്കണം. ഒരു ടാങ്കിന് 250 മില്ലി എന്ന അളവിൽ തളിച്ചാൽ മികച്ച ഫലം ലഭിക്കും. ഇപ്പോൾ വിളയ്ക്ക് 45 ദിവസമാണ് പ്രായം. ഈ വിളയ്ക്ക് 4 മാസം പ്രായമുണ്ട്. ഇത് ഗുജറാത്ത് ഗോൾഡ് ഇനത്തിൽപ്പെടുന്നതാണ്. ഇവിടെ 4 ബോർവെല്ലുകൾ വഴി ധാരാളം ജലസൗകര്യമുണ്ട്. ജലസേചനത്തിനായി ഞാൻ സ്പ്രിംഗ്ലർ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിന്റെ ഗുണനിലവാരവും വളരെ മികച്ചതാണ്. അഭിമാൻ ഉൽപ്പന്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഫലങ്ങൾ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്ന രീതി എന്തെന്നാൽ ആദ്യം സ്പ്രിംഗ്ലർ വഴി വിളയ്ക്ക് വെള്ളം നൽകണം. തുടർന്ന് രാവിലെ 7.11 വരെ അഭിമാൻ തളിക്കുന്നത് ഏറ്റവും നല്ല ഫലം നൽകും. ചെടികൾക്ക് ആവശ്യമായ വെള്ളം നൽകിയ ശേഷം അഭിമാൻ ഉപയോഗിക്കുമ്പോൾ വേരുകളുടെ വളർച്ച വളരെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഇത് ഉപയോഗിക്കുന്നവർക്ക് മികച്ച വളർച്ചാ ഫലങ്ങൾ ലഭിക്കും. കഴിഞ്ഞ മാസം ഞാൻ അഭിമാൻ ഉപയോഗിച്ചു. വേരുകളുടെ വളർച്ചയിൽ ലഭിച്ച ഫലങ്ങൾ വളരെ മികച്ചതായിരുന്നു. പലരും പലവിധ അവകാശവാദങ്ങൾ ഉന്നയിച്ചേക്കാം, പക്ഷേ ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ തന്നെ എന്റെ കൃഷിയിടത്തിൽ ഈ മരുന്ന് തളിച്ചു ഫലങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാത്ത ചെടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെടികളുടെ പച്ചപ്പിലും കായ്ക്കാനുള്ള ശേഷിയിലും വ്യക്തമായ വ്യത്യാസം ഞാൻ കണ്ടു. ഫലങ്ങൾ വളരെ ആകർഷകമായതിനാൽ ഇത്തവണ ഇത് കൂടുതൽ വ്യാപകമായി ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. കഴിഞ്ഞ മാസം ഇത് ഉപയോഗിച്ചതിനു ശേഷം പൂക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. പൂക്കൾ നന്നായി പിടിച്ച് ആരോഗ്യമുള്ളതും പൂർണ്ണമായും വികസിച്ചതുമായ കായ്കളായി മാറി. ഈ അഭിമാൻ മരുന്ന് വേരുകളുടെ മികച്ച വളർച്ചയും കായ്ഫലവും പ്രോത്സാഹിപ്പിക്കുന്നു. പൂക്കൾ മനോഹരമായി പിടിച്ചിരിക്കുന്നു. കായ്കളുടെ എണ്ണവും ശ്രദ്ധേയമാണ്. ഒരു ചെടിക്ക് ഏകദേശം 20 മുതൽ 30 വരെ കായ്കളുണ്ട്. അഭിമാൻ പരീക്ഷിച്ച് ഫലങ്ങൾ നിങ്ങൾ തന്നെ കാണണമെന്ന് ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിന്റെ ഗുണഫലങ്ങൾ ശരിക്കും വളരെ മികച്ചതാണ്. ഞാനിത് വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാവർക്കും ഞാൻ ഇത് ശുപാർശ ചെയ്യുന്നു. ഈ ഉൽപ്പന്നം ഉപയോഗിച്ചതിന്റെ ഫലമായി ചില നിലക്കടല ചെടികളിൽ 40 മുതൽ 50 വരെ കായ്കൾ ലഭിച്ചിട്ടുണ്ട്. ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ച, പൂക്കാനുള്ള കഴിവ്, വേരുകളുടെ ഘടന, കായ്ഫലനശേഷി എന്നിവ അതിശയകരമാണ്. ഞാൻ നേടിയ ഈ ഫലങ്ങൾ ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചതിനാലാണ് ലഭിച്ചത്. എത്ര പൂക്കൾ വന്നാലും അവയുടെ തണ്ടുകൾ താഴേക്ക് വളർന്ന് മണ്ണിനുള്ളിലേക്ക് കടക്കും. ഈ പ്രക്രിയയിലൂടെയാണ് നിലക്കടല കായുകൾ രൂപപ്പെടുന്നത്. ഇവിടെയും അതേ സിദ്ധാന്തമാണ് ബാധകമാകുന്നത്. പൂക്കൾ വിരിയാൻ തുടങ്ങിയിട്ട് ഏകദേശം 40 മുതൽ 50 ദിവസം കഴിഞ്ഞാൽ ചെടികളുടെ മുകളിൽ ഒരു റോളർ ഉപയോഗിച്ച് അമർത്തുമ്പോൾ അവ വശങ്ങളിലേക്ക് കൂടുതൽ പരക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. ചെടി എത്രത്തോളം വീതിയിൽ പരക്കുന്നു അത്രത്തോളം കൂടുതൽ കായ്കൾ ലഭിക്കും. ഈ അഭിമാൻ മരുന്ന് നല്ല വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ റോളറോ അതിന് സമാനമായ ഉപകരണമോ ഉപയോഗിച്ച് അമർത്തുന്നതിലൂടെ ചെടിയുടെ വീതി വർദ്ധിപ്പിക്കാനും കൂടുതൽ വിളവ് നേടാനും കഴിയും. ഇങ്ങനെ ചെടികളെ പരത്തി വളർത്തുമ്പോൾ അവ മുഴുവൻ സ്ഥലവും മൂടും. ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 75 വരെ കായ്കൾ ലഭിക്കും. ഭാരമുള്ള റോളർ ഉപയോഗിക്കുന്നത് വേരുകൾ ശരിയായ രീതിയിൽ താഴേക്ക് പോകാൻ സഹായിക്കുന്നു. വേരുകൾ മണ്ണിൽ ശരിയായി ഉറച്ചുനിൽക്കുമ്പോൾ കായ്കളുടെ വിളവ് ഗണ്യമായി വർദ്ധിക്കുന്നു. ഈ കൃഷിയിടത്തിൽ കാണുന്നതുപോലെ ചെടികളെ പരത്തി വളർത്തുന്ന രീതിയിൽ കൃഷി ചെയ്ത വിള വളരെ മികച്ച ഗുണനിലവാരം കൈവരിച്ചിരിക്കുന്നു. അഭിമാൻ ഉപയോഗിക്കാത്ത ഭാഗത്ത് വിളയുണ്ടെങ്കിലും ശ്രദ്ധേയമായ വളർച്ചയില്ല.
അവിടെയും ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഫലങ്ങൾ വളരെ മികച്ചതായേനെ. ഞാൻ ഉപയോഗിച്ച ചെടികൾ വളരെ നന്നായി വളർന്നു. ഫലങ്ങൾ താരതമ്യം ചെയ്യുന്നതിനായിട്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു ഭാഗത്ത് ഇത് ഉപയോഗിക്കാതിരുന്നത്. ഞാൻ ഉപയോഗിച്ച ഭാഗത്ത് അതിശയകരമായ വളർച്ച കാണപ്പെട്ടു. എന്നാൽ ഉപയോഗിക്കാത്ത ഭാഗം ഇന്നും അതേ നിലയിലാണ്. അവിടെയുള്ള വിളവ് കുറവാണ്. കൂടാതെ വിള ഒരേപോലെ പാകമാകുന്നില്ല. ചിലപ്പോൾ മണ്ണിൽ നിന്നുള്ള പോഷകങ്ങൾ ശരിയായി ആഗിരണം ചെയ്യാൻ കഴിയാത്തതിനാൽ പൂക്കൾ വൈകിയോ കുറവായോ വരാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും സംഭവിക്കും. ഈ ഫലങ്ങൾ എന്നെ ഏറെ ആകർഷിച്ചതിനാലാണ് ഞാൻ ഇത് പങ്കുവെക്കുന്നത്. അടുത്ത തവണയും ഞാൻ തീർച്ചയായും ഈ അഭിമാൻ മരുന്ന് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഏകദേശം 7 വർഷമായി നിലക്കടല കൃഷി ചെയ്യുന്നു. എന്നാൽ ഇതിനു മുമ്പ് ഇതുപോലുള്ള ഫലങ്ങൾ ഒരിക്കലും ലഭിച്ചിട്ടില്ല. മുമ്പ് ഞാൻ 14,000 രൂപ കൊടുത്ത് ഒരു ചാക്ക് നിലക്കടല വിത്ത് വാങ്ങുമായിരുന്നു. എന്നിട്ടും 2 ഏക്കറിൽ നിന്ന് 20 ചാക്ക് മാത്രം വിളവ് ലഭിക്കുമായിരുന്നു. 20 ചാക്ക് നിലക്കടല കൊയ്തെടുത്താലും അത് വിറ്റാൽ 40,000 രൂപ പോലും ലഭിക്കില്ല. വിപണി വില വളരെ കുറവാണ്. വില കുറവായിരിക്കുമ്പോൾ അത് വിറ്റ് എന്ത് പ്രയോജനം? അതിനുപകരം വിത്തിനായി നിലക്കടലയിൽ നിന്ന് വിത്ത് വേർതിരിക്കാൻ ഒരു യന്ത്രം ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു. നിലക്കടല വിൽക്കുന്നതിനുപകരം വിത്ത് മാത്രം ലഭിക്കുന്ന രീതിയിൽ അത് ശുദ്ധീകരിച്ചു. ഇങ്ങനെ ലഭിച്ച വിത്തുകൾ ഉപയോഗിച്ചതിലൂടെ ലഭിച്ച ഫലങ്ങൾ വളരെ മികച്ചതും അതിശയകരവുമായിരുന്നു. ഈ അഭിമാൻ മരുന്ന് ഉപയോഗിക്കുന്നതിനു മുമ്പ് അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ മാഡത്തെ 4 തവണ വിളിച്ചിരുന്നു. ഞാൻ തീർച്ചയായും അത് നിങ്ങൾക്ക് തപാൽ വഴി അയക്കും. അത് ലഭിച്ച ശേഷം പണം നൽകിയാൽ മതി എന്ന് അവർ ഉറപ്പു നൽകി. ഈ അഭിമാൻ മരുന്ന് ഉപയോഗിച്ചതിനു ശേഷം അതിന്റെ ഫലങ്ങൾ ഇഷ്ടപ്പെട്ടതിനാൽ ഞാൻ ഇത് തുടർന്നും ഉപയോഗിക്കാൻ തീരുമാനിച്ചു. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഇന്നലെ രാവിലെ മാഡത്തെ വിളിച്ചിരുന്നു. ഈ 3 ഏക്കറിൽ ഞാൻ നിലക്കടല കൃഷി ചെയ്തിട്ടുണ്ട്. കൂടാതെ 3 ഏക്കറിൽ ചോളം, 1 ഏക്കറിൽ വഴുതന, 1 ഏക്കറിൽ വെള്ളരി, 4 ഏക്കറിൽ തക്കാളി എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട്. വിളയുടെ വളർച്ചയും വേരുകളുടെ വളർച്ചയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി APKS ഓർഗാനിക്സ് എനിക്ക് ശുപാർശ ചെയ്ത എല്ലാ ഉൽപ്പന്നങ്ങളും ഭാവിയിൽ ഉപയോഗിക്കാൻ ഞാൻ പദ്ധതിയിടുന്നു. അഭിമാൻ എന്ന ഉൽപ്പന്നത്തെ എനിക്ക് പരിചയപ്പെടുത്തിയ APKS ഓർഗാനിക്സിന് എന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി.